ചവിട്ടത്തില്ല. ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ Q&A പാർട്ട് 1 വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെ അച്ഛൻ എന്ത് ചെയ്യുന്നു കുറച്ച് പേര് ചോദിച്ചു. അച്ഛൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം നമ്മൾ Q&A വീഡിയോക്കകത്തൊന്നും ഞാനത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ചോദിച്ചാൽ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ. അപ്പം നമുക്ക് പാർട്ട് 2 വീഡിയോ കണ്ടാലോ. അങ്ങനല്ലടാ, ഇപ്പൊ നിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ നല്ലോണം കേറി, മനസ്സിലായോ? ഞാൻ എന്ത് കാണിച്ചാലും പിന്നെ ഒന്നും മിണ്ടത്തില്ല. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോ ഇവന്റെ എന്ന് പറയുമ്പോ എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും എന്ത് കാണിച്ചാലും ദേഷ്യം. പക്ഷെ ഇപ്പൊ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല നിന്റെ നെഗറ്റീവ് സൈഡ് ഒരു കാര്യം തന്നെ 10 വട്ടം പറയുന്നുണ്ട്. അതങ്ങനെ ഒരു വട്ടം പറഞ്ഞാൽ അനുസരിക്കണ്ടേ? അപ്പൊ പിന്നെ രണ്ടാമത് പറയേണ്ടി വരത്തില്ലത്. ഒരു വട്ടം പറഞ്ഞാലും 10 വട്ടം പറഞ്ഞാലും ഒരു കാര്യം കേൾക്കത്തില്ല. ഇങ്ങനെ ഇരിക്കും, പിള്ള കളിച്ചോണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ. ആർ യു ഹാപ്പി വിത്ത് ദിസ് ലൈഫ്? ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. ബിസ്ക്കറ്റിന്റെ പരസ്യോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ റിലേഷനിൽ, ഈ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കുറച്ച് ഇതൊക്കെ കാണുമല്ലോ, ഇപ്പം വീട്, അമ്മ, അതുകൊണ്ട് ഞാൻ ഹാപ്പിയല്ല. പക്ഷെ ഞാൻ ഇവന്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെന്തുവാ, നിങ്ങൾ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണോ അതോ ലിവിങ് ടുഗെദർ ടൈപ്പ് ലവേഴ്സ് ആണോ? നമ്മൾ ലിവിങ് ടുഗെദർ ടൈപ്പ് ലവേഴ്സ് ആണ്. നിങ്ങളുടെ ലവ് സ്റ്റോറി പറയണേ, ഏജ്, പ്ലേസ്, നെയിം, ജോബ് എല്ലാം ഒന്ന് പറയാവോ? കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കേട്ടോ. ഫസ്റ്റ് ആരാ പ്രപ്പോസ് ചെയ്ത്? എത്ര നാളെ റിലേഷൻ തുടങ്ങിയിട്ട്? ഏജ്. ഫസ്റ്റ് ഇവനാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. എത്ര നാളെ റിലേഷൻ തുടങ്ങിയിട്ട്? 10 മാസമായി. ഏജ് 19, 20. നിങ്ങൾ മാരീഡ് ആണ്? മാരീഡ് അല്ല. അടുത്ത മാസം 2 മാസമൊക്കെ 1 വർഷമാവും അല്ലേ? ഓഗസ്റ്റ് 16 ആവുമ്പം 1 വർഷമാവും. അയ്യോ, ഇവന്റെ തലയിലായിട്ട് 1 വർഷമാവും ഇതിനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത, ഫാമിലി സപ്പോർട്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്? സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒപ്പം ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത്? അപ്പം ലിവിങ് ടുഗെദർ ആണല്ലോ, അപ്പം ഞാൻ ഇവന്റെ കൂടെ ആണല്ലോ, അപ്പം ഞങ്ങൾക്ക് 2 കുഴപ്പമില്ല വീഡിയോ എടുത്തിടുന്നതിന്. ഫാമിലിയുടെ കാര്യം നമ്മളിങ്ങനെ വീഡിയോ എടുത്തിടുന്ന കാര്യത്തിൽ നോക്കത്തില്ല. പിന്നെ നാട്ടുകാര് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും പിടിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാമിലിക്കാർക്കും പ്രശ്നം കാണും. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ വീഡിയോ ഇടും. ഏത് ആൾക്കാർക്ക് കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ വീഡിയോ ഇടും. പിന്നെ ലവ് സ്റ്റോറി പറയാൻ പറ. ഹായ് ചേട്ടാ ചേച്ചി, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാറുണ്ട്. നിങ്ങളുടെ വീഡിയോസ് പൊളിയാണ്. നിങ്ങളുടെ മാരേജ് ഇഷ്യൂ ഒക്കെ ശരിയായോ? മാരേജ് ഇഷ്യൂ ഒക്കെ ശരിയായി, എല്ലാം സോൾവ് ആയി. പക്ഷെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കോണ്ടാക്ട് ഇല്ല. എല്ലാ വീഡിയോസ് കാണാറുണ്ട്, നല്ല രസമുണ്ട് വീഡിയോസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കമന്റ്സ് ഒക്കെ പറയുന്നത്. ഏതായാലും അത് നിങ്ങളുടെ ആയത് സന്തോഷം. ഒരു Q&A വെയിറ്റ് ആക്കുമായിരുന്നു. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഏരിയക്കാരിയാണ് ഞാനും. സജിയൊക്കെ അറിയാമോ? അവരുടെ കസിനാണ് ഞാനും. ചേച്ചിയുടെ ചിരി അടിപൊളിയാണ്. ഹൗ ക്യൂട്ട് യു ബോത്ത്. കൂട്ടാ. നിങ്ങൾ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണോ അതോ ലിവിങ് ടുഗെദർ ലവേഴ്സ് ആണോ? പറഞ്ഞായിരുന്നു. ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഇവന്റെ ഫാമിലി ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ പക്ഷെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടില് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. ഫോണൊക്കെ മേടിച്ചു തന്ന ഇവനാ, അപ്പൊ അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയി. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഒരുമിച്ചാണ്. എത്ര നാളെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 10 months ആയി. ഓഗസ്റ്റ് 16 ആവുമ്പോ 1 year ആവും. പ്ലേസ് അറട്ടുപുഴ.
ചുറ്റുളങ്ങര ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഹൂ പ്രപ്പോസ്ഡ് ഫസ്റ്റ്? ഇവനാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ഈച്ച് അതർ ആൻഡ് കരണ്ട്? പാവം പിടിച്ചൊരു കൊച്ച്. ഇപ്പോഴോ? പറ. ഒന്നും പറയാനില്ല അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതുപോലെ തലതെറിച്ച് കിടന്നൊരു ചെറുക്കൻ വേറെ ഇല്ലായിരുന്നു. ആ കോളേജിലാണെങ്കിലും ഈ നാട്ടിലാണെങ്കിലും ഇങ്ങനെ തലതെറിച്ച് കിടന്നൊരു ചെറുക്കൻ ഇല്ലായിരുന്നു. അപ്പൊ എന്നെ നന്നാക്കി എടുക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇവന്റെ വയലറ്റ് ഹുഡ് കണ്ടിട്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട്. അത് കണ്ടിട്ട് ഞാൻ എന്നെ നോക്കിയത്. അങ്ങനെ കരണ്ട് നല്ല ചെറുക്കനാ, ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ ആണ്. The qualities that you like in each other. Minimum 5. മോള് She treat me like a baby. പിന്നെ ഭയങ്കര ലബ്ബാണ്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ കുർത്തക്കേടിനും കൂട്ടം നിൽക്കും. എന്ത് കാണിച്ചാലും ഒന്നും പറയത്തില്ല. അതാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെന്തുവാ, പിന്നെ എനിക്ക് വേണ്ടെല്ലാം മേടിച്ചു തരും. പിന്നെന്തുവാ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സോറി അവള് പറയും. എനിക്കിഷ്ടമുള്ള ക്വാളിറ്റി എനിക്ക് വാരിത്തരും. വന്ന ദിവസം തൊട്ട് ഇന്ന് വരെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും അല്ലേ ഇവൻ തന്നെ എനിക്ക് വാരി തന്നിട്ടില്ല. വന്നിട്ട് ഇപ്പൊ 3 മാസമായി, 3-4 മാസം എന്തോന്നല്ലേ. മാർച്ച് 22 വന്നയാ. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വാരിത്തരും. പിന്നെ ഒരു വഴക്കിട്ട് ഞാൻ അങ്ങോട്ട് കൊറേ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് വരും. പക്ഷെ ചിലപ്പോ പുള്ളി ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ പിന്നെന്താ ക്വാളിറ്റി? പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം മേടിച്ചു തരും, എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെന്താ, എന്നെ അടിക്കത്തില്ല, എന്നെ ഇടിക്കത്തില്ല, എന്നെ ചവിട്ടത്തില്ല, എന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല. എന്ത് കാണിച്ചാലും എന്നെ ഉപദ്രവിക്കത്തില്ല. ദേഷ്യമാണ്, നല്ല ദേഷ്യമാണ്, പക്ഷെ എന്നെ ഒന്നിനും ഉപദ്രവിക്കത്തില്ല. പിന്നെന്താ, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടി ഇങ്ങനെ വന്നിരിക്കും. കരയല്ലേ, എന്നെ നോക്കിക്കോ. പണ്ടിങ്ങനെ നല്ലായിരുന്നു കേട്ടോ, വന്ന സമയത്ത് ഇങ്ങനെ നല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ വന്നിരിക്കും കൂടെ. കാര്യല്ലേ, ഇങ്ങനെയൊക്കെ കളത്തൊക്കെ പിടിച്ചോണ്ടിരിക്കും. അല്ല, ഇതൊക്കെയാണ് നല്ല കുറെ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് വയ്ക്കാൻ പറയാൻ പറ്റുന്നില്ല. നല്ല ഇറക്കാനായി ഇപ്പം. പണ്ടെന്ന് വെച്ചാ ഭൂലോക വിലയായിട്ട് നടന്നിട്ട് ഇപ്പം നല്ല ഇറക്കാനാകുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റിയല്ലോ, അത് നന്നാകാൻ പറ്റിയില്ലേ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി ടുഗദർ? ബർത്ത്ഡേ കാര്യം പറ. ഒരു ബർത്ത്ഡേക്ക് രാത്രി സർപ്രൈസ് ആയിട്ട് വന്നേ 12 മണിക്ക് ഇതേപോലെ വള്ളി ആണ്. ഞാൻ എന്റെ ബർത്ത്ഡേക്ക് രാത്രി 12 മണിയായപ്പോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നു. നല്ല വള്ളിയായിരുന്നു, മുട്ട വള്ളിയായിരുന്നു. സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്റെ കൂടെ വന്ന ആൾക്കായിരുന്നു കുഴപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ വന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് ഞാൻ സുഖമായിട്ട് വീട്ടിൽ പോയി. ഒരു കുഴപ്പമില്ല. അതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് മെമ്മറി. പിന്നെ ഓണം വരുന്നു. പിന്നെ ഉള്ളത് ഇവനെ പോലൊരു ചെറുക്കൻ ഓണത്തിനോട് ഇല്ലായിരുന്നു. ഇവനെ ഞാൻ ഇപ്പം വെള്ളം അടിച്ചിട്ട് ഇവനെ പൊക്കിക്കൊണ്ട് നടന്ന ഞാനാ. എവിടെയും വീഴാതെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാ. എന്താ അല്ലേ, അത്രയ്ക്ക് ഫിറ്റായിരുന്നു. ഞാൻ വീണോ എന്നിട്ട് എവിടെയും എന്താ അവിടെ വന്ന് ക്ലാസ് റൂമിൽ വന്ന് ബെഞ്ചിന്റെ അവിടെ കിടന്നോന്ന് ഓർക്കുന്നില്ലേ? സിംഗിൽ പോയി വീട് കിടന്ന് ഛർദിച്ചു എന്ന് ഓർക്കുന്നില്ലേ? മിണ്ടരുത്, തൂക്കിക്കൊണ്ട് കിടന്ന ഞാൻ. അതുകൊണ്ട് നീ എവിടെയും വീടില്ല. എന്നിട്ട് കോളേജിന്റെ ഫ്രണ്ടില് മറ്റേ ഇങ്ങനെ കാറൊക്കെ ഇടുന്ന പാർക്കിംഗ് പോലത്തെ സംഭവം. പക്ഷെ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ, കോളേജായിട്ട് ചേർന്ന് തന്നെ അവിടെ ഒരു കസേരയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രതിമയാക്കി ഇരുത്തിയേക്കുമായിരുന്നു. എന്റെ കൂടെ കസേരയിൽ ഇങ്ങനെ തൂങ്ങിയിരുന്നിട്ട്. അതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെയായിരുന്നു കുഴപ്പം. പിന്നെ വാട്ട് ഈസ് ദ സീക്രട്ട് ടു എ ഹാപ്പി റിലേഷൻ? എന്ത് കണ്ടാലും മിണ്ടായിരിക്കണം. നല്ലോണം പറ. നല്ലോണം അല്ല പറഞ്ഞേ, നമ്മൾ എന്ത് കണ്ടില്ലേലോ എന്ത് കണ്ടാലും കാണാത്ത പോലെ നമ്മുടെ റിലേഷനിൽ ഒരിക്കലും ഈഗോ കാണില്ല. അതാണ് മെയിൻ ആയിട്ടുണ്ട്. നിന്നോടും കൂടെ എനിക്ക് പറയാനുള്ളത്. ഒരു റിലേഷൻ നമുക്ക് ഈഗോ പാടില്ല. നമ്മൾ തെറ്റിയതാലും അവര് തെറ്റിയതാലും നമ്മളൊന്ന് സോറി പറഞ്ഞാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഇറക്കാനാ. ഇങ്ങോട്ട് വരും.
സീക്രട്ട് ഹാപ്പി റിലേഷൻ കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് വെക്കണം. പിന്നെ നമ്മള് പിന്നെന്താ ഉള്ളേ സീക്രട്ട് ഹാപ്പി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നിൽക്കണം. ഒരാളുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നിൽക്കണം. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അവരുടെ സിറ്റുവേഷൻ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയണം. ഈഗോ വെച്ചോണ്ട് നല്ല നാളെ തീരാം മറ്റന്നാളാവാം എന്നൊന്നും വിചാരിക്കാതെ അന്ന് തന്നെ മാക്സിമം പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ, ലവ് സ്റ്റോറി, ഏജ്, ജോബ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. അയ്യോ ടാറ്റാ. പിന്നെ പിന്നെ